ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനാവശ്യമായത് ചിക്കന്, മുട്ട, ഫ്രൈഡ് റൈസിൻ്റെ അരി, കപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി. ആദ്യം വെള്ളം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഏലക്കായി, പട്ട, ഗ്രാമ്പു എല്ലാം മൂന്നെണ്ണം കണ്ട് ഇടുക. ഏലക്കായി 2 ജാസ്തി ഇടുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഉപ്പും ഇടുക. വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് ലെമൺ ജ്യൂസും കഴുകി ഊറ്റി വെച്ച അരിയും ഇടുക. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ച് വയ്ക്കുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിലേക്ക് ലേശം കുരുമുളകും ചേർക്കുക. ഇതൊരു 6 മുട്ടയാണ്. എല്ലില്ലാത്ത ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും ചേർത്ത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ കുഴച്ച് വയ്ക്കുക. ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അല്പം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചിക്കൻ ഇടുക. ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിക്കുക. നമുക്ക് ചിക്കൻ നല്ലപോലെ മൊരിച്ചെടുക്കാം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇനി അത് വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് 7 മുട്ട അടിച്ചത് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇടുക. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുട്ടയും ചിക്കനെല്ലാം തയ്യാർ. ഇനി ചോറ് ഊറ്റി വയ്ക്കുക. ഊറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കുക. ചോറിന് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. അതിലേക്ക് കപ്സിക്കവും ക്യാരറ്റും ഇടുക. അത് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് ചില്ലി സോസ് ഒഴിക്കുക. ഒരു 2 സ്പൂണ് ചില്ലി സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ സോയാ സോസും. അതും ചേർത്ത് ഒന്ന് ഇളക്കുക. കുരുമുളക് പൊടിയും ചേർക്കുക. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി മതി.
1 സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾ പറയുമ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇനി വറുത്ത് വെച്ച ചിക്കനും വെജിറ്റബിൾസിലേക്ക് ഇടുക. മുട്ടയും ചേർക്കുക. എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിക്കുക. അതിനുശേഷം വേവിച്ചൂറ്റി വെച്ച ചോറ് അതിലേക്ക് ഇടുക. അധികം വെന്തു പോവരുത്. വെന്തു പോയാൽ ചോറ് കുഴഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചോറും വെജിറ്റബിൾസും മുട്ടയും ചിക്കനും എല്ലാം ചോറിൽ പിടിക്കത്തക്കവണ്ണം ഇളക്കുക. വളരെ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാർ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഗ്യാസുമ്മൽ സിമ്മിൽ വെക്കാം. ഒരു മൂടി വെച്ച് അതിൻ്റെ മേലെ വെക്കുക. എന്നാൽ അടിക്ക് പിടിക്കൂല. ഫ്രൈഡ് റൈസ് റെഡി. ടൊമാറ്റോ സോസാണ് അതിന് കൂട്ടാൻ ഞാൻ ഉണ്ടാക്കി.